കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വരട്ടിയ പോത്തിറച്ചിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ദാ ഇവിടെ 2 മീഡിയം സൈസ് സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ ഇത്രയും തേങ്ങ സ്ലൈസ് ചെയ്ത് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ മുറിച്ച് വയ്ക്കാം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചതച്ചും വയ്ക്കേണ്ടതുണ്ട്. ഇത് പോത്തിറച്ചിയുടെ മീറ്റാണ്, 1/2 കിലോയോളം വരും. ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പരന്നുള്ള കഷ്ണങ്ങളാണ്, കനം കുറച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മൊരിച്ചെടുക്കാനല്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. എന്നിട്ട് ഈ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ഒരു ക്രിസ്പിനെസ് ഒന്ന് മാറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇതങ്ങ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി ഇതെല്ലാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. എന്നിട്ട് ഇറച്ചി കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളമില്ല. ഇറച്ചി ഞാനിങ്ങനെ നെറ്റിൽ ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അത്രയും വെള്ളം മാത്രമേ ഇതിന് വേണ്ടി വരുള്ളൂ. കാര്യം നമ്മൾ വരട്ടിയെടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ഇരിക്കും ഈ സമയത്ത്. എന്നിട്ട് അടപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒരു ആവി വരുമ്പോഴേക്കും കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട്, നമ്മൾ കുക്കറിലാണല്ലോ ചെയ്യുന്നത്, അടപ്പെടുത്തിട്ടിട്ട് നന്നായിട്ട് സ്റ്റീം വരണം. എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് വയ്ക്കുക. 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള സ്ലൈസ് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് ലൈറ്റ് ഗോൾഡ് കളർ വരണം, ഓവറായിട്ടല്ല. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു അല്പം ഈ തേങ്ങാക്കൊത്തിന് നല്ലൊരു കളറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നത് വരെ മൊരിയിക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഈ സവാളയും ഏകദേശം ഒന്ന് മൊരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ പോത്തിറച്ചി വരട്ടിയതിന് കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയൊക്കെ സ്വാദ് മേലെ വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ കുക്കർ തണുത്തിട്ടുണ്ട്. വെയിറ്റ് മാറ്റി സ്റ്റീം എല്ലാം പോയിട്ടിരിക്കുകയാണ്. തുറക്കുകയാണ് ഞാൻ. കണ്ടോ, ഈ 1/2 കപ്പ് വെള്ളവും ഇറച്ചി നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള ഇറച്ചിയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്, മസാലയും. ഇനി നമുക്കിത് ഇതിലേക്ക് പകർത്തിയിടണം. ഇപ്പോൾ കണ്ടോ, ഒഴിച്ച വെള്ളം അവിടെ ഉണ്ട് ഒരല്പം. ഇനി ഇതെല്ലാം തട്ടിയിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഈ തേങ്ങാക്കൊത്ത് വറുത്തതും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടി ഗ്രേവിയുമായിട്ട് ഇതുപോലെ ഇരിക്കും. ഇത്രയും വെള്ളം കുഴപ്പമില്ല. ഇത് വെള്ളമല്ല, ഓയിലും നെയ്യും കുറച്ചല്പം വെള്ളമുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഈ ഒരു പരുവം വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഇത്ര ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും ഇപ്പോൾ വെള്ളം ഏതാണ്ട് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പോരാ, ഇനിയും ഒന്നുകൂടി വരട്ടിയെടുക്കാനുണ്ട്. അത്രയും വെള്ളം നമുക്ക് വേണം കേട്ടോ. കുക്കറിൽ നിന്ന് നമ്മൾ പകർത്തിയിടുമ്പോൾ ആ വെള്ളം വേണം. എന്നാലാണ് ഇതെല്ലാം കൂടി നല്ലൊരു ജോയിൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിലിട്ടിട്ടുള്ള കഷ്ണങ്ങളാണിത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കറക്റ്റ് കുക്കിംഗ് ആണ് ഇപ്പോൾ ഇതിന് കിട്ടിയിട്ടുള്ളത്. കറക്റ്റായിട്ട് അത് വെന്തിട്ടുണ്ട്, എന്നാൽ സ്റ്റിഫായിട്ട് കിടക്കുന്നുണ്ട് ഇറച്ചി കഷ്ണങ്ങൾ. കറിവേപ്പില കുറച്ചുകൂടിയൊക്കെ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും.
ഇതാ നമ്മുടെ പോത്ത് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റ് എടുക്കുക. ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പം ഇതിലേക്കൊന്ന് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് ഇത് ഇരിക്കേണ്ടത്. കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റി ആണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചേർത്ത ചേരുവകളും. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റ് ടേസ്റ്റിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പോത്തിറച്ചി കഴിക്കുന്നവർക്കൊക്കെ ഇത് ഇഷ്ടമാവും തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ആ ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊരു ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ടുള്ളതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഒട്ടും തന്നെ വൈകുന്നില്ല. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.